ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ദോഹ മെട്രോയിലെ സ്പോർട്സ് സിറ്റി സ്റ്റേഷനിൽ നടക്കുന്ന ബാക്ക് ടു സ്കൂൾ ഇവൻറ്റ് 2025 കാണാനാണ്. പോകുന്നതിന് മുമ്പ് ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല ചൂടാണ്, അത്യാവശ്യം നല്ല പൊടിക്കാറ്റും ഉണ്ട്. എന്നാലും നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, ഈ വീക്കെൻഡ് അല്ലേ. അങ്ങനെ ഞങ്ങൾ സ്പോർട്സ് സിറ്റി സ്റ്റേഷൻ എത്തി. ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് എക്സ്പ്ലോർ ടുഗദർ. അവിടെ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാവും. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ ബാൻഡ് നമുക്കവർ പാരൻസിനും കിഡ്സിനും കയ്യിൽ കെട്ടിത്തരും. തികച്ചും ഫ്രീ ആണ്. ഇതിൽ യാതൊരു ഫീസും ഇതിനില്ല. ഇതാണ് ആക്ടിവിറ്റി ഏരിയ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് അവരിതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കായി ലോട്ട്സ് ഓഫ് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. പെയിൻറ്റിങ് കോമ്പറ്റീഷൻസ്, ഗെയിംസ് എല്ലാം ഉണ്ട്. അതോടൊപ്പം ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ട നല്ല ഓഫേഴ്സും ഉണ്ട്. ബാഗ്, സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുട്ടികൾക്ക് ഫൺ, പേരൻസിന് ഷോപ്പിംഗ്. മോളുടെ കയ്യിൽ ഒരു വാച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഈ വാച്ചിൽ ടൈമറുണ്ട്. അതിൽ ഗ്രീൻ ആയിരിക്കുന്ന ടൈമെന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ്. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് കയറി പെയിൻറ്റിങ് ചെയ്യാം, ഗെയിംസ് കളിക്കാം, എല്ലാ ആക്ടിവിറ്റിയിലും നമുക്ക് പങ്കെടുക്കാം. അത് റെഡ് കളറാവും. 15 മിനിറ്റ്സ് ആകുമ്പോൾ അത് റെഡ് കളറാവും. അപ്പോഴേക്കും നമുക്കുള്ള ടൈം കഴിഞ്ഞു. അതുവരെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. മോള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. മോനെ ഇവിടെ ഞങ്ങളുടെ ഒപ്പം പുറത്ത് തന്നെ നിർത്തി. അകത്ത് പോയാലും അവന് ചെയ്യാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. ആക്ടിവിറ്റി ഏരിയയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറുതായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പാരൻസിന് കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രസ് കോഡ് ഇട്ട 2 പേര് വന്ന്
ഡാൻസൊക്കെ ആയിരുന്നു. എനിക്കിതിൻ്റെ പേരറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ മീഡിയാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീഡിയാസൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഗെയിംസൊക്കെ കളിച്ച് കഴിഞ്ഞ് മോള് ഓടിപ്പോയി ഡ്രോയിങ്സ് ഏരിയയിൽ പോയി കളറിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആള് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. സൈഡിൽ വീഡിയോ ഗെയിമും ഒക്കെ ഉണ്ടായിരുന്നു. മാക്സിമം 15 മിനിറ്റ്സേ കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മോള് ഓടി നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോളകത്ത് എൻജോയ് ചെയ്യുന്ന സമയത്ത് പുറത്തൊരാൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മോളുടെ വാച്ചിൽ ടൈം കഴിഞ്ഞു. ആൾ നല്ല വിഷമത്തിലായിരുന്നു. സമയം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങണം, അത് ഊരിക്കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങണം. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, റെഡ് കളർ ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ നല്ല സങ്കടത്തിൽ തിരിച്ചു വന്ന് ഒരുപാട് വിഷമം പറഞ്ഞു. അവൾക്ക് ഒന്നും മതിയായില്ല, 15 മിനിറ്റ് അവൾക്കൊന്നും ആയിട്ടില്ല. ഒരുവിധം ആളെ പറഞ്ഞ് സമാധാനിപ്പിച്ചെടുത്തു. കുട്ടികൾ അങ്ങനെയല്ലേ, അവർക്ക് എത്ര കളിച്ചാലും മതിയാവില്ല. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രീ ആയതുകൊണ്ട് ഒരു കുറ്റവും പറയാനില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ കുട്ടികൾക്ക് വേണ്ട എന്തൊക്കെയോ കോമ്പറ്റീഷൻസ് നടക്കുവാണ്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയില്ല, കാരണം മോള് അതിലൊന്നും പങ്കെടുക്കാൻ വേണ്ടി വളർന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഫ്രീ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് വാങ്ങി. അത്യാവശ്യം നല്ല ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്, നല്ലൊരു പസിലാണ് കിട്ടിയിരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഓപ്പണാക്കി നോക്കാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വാങ്ങി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മോനിവിടെ ഭയങ്കര അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അവർ ബലൂൺ വെച്ചൊക്കെ ഓരോ ഷേപ്പിൽ ഓരോന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവനതെല്ലാം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. ഒരു ബലൂൺ പൊട്ടിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് വിളിച്ച് ഇറക്കി കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ലുലുവിലേക്ക് പോയി. വീക്കെൻഡ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം റൂമിലെത്തിയ പാടെ മോൾക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണമായിരുന്നു. അൺബോക്സ് ചെയ്തു. അത് ഖത്തറിലെ മെട്രോ റൂട്ടിൻ്റെ പസിലായിരുന്നു. സൂപ്പർ ഗിഫ്റ്റായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.